വാലേക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. എന്താ മകന്റെ പരിപാടി? എന്റെ മകള് വിളിച്ചിട്ടേ പേരിൽ ഇരിക്കാൻ പറ്റാ. അതിനിപ്പോ എന്താ പോകൂടെ പ്രശ്നം? എനിക്കും അറിയാതെ 5-6 മാസമായി അവന്റെ പെരപ്പണി കഴിഞ്ഞിട്ട് ഇന്നും കൂടിയിരിക്കണ പരിപാടിയൊന്നുമില്ലേ. ഞാനത് പറഞ്ഞു തോറ്റിക്കണ്. ഓൻ എന്റെ ഉള്ളിലുണ്ട്. ഞാൻ ഓനോട് വിളിച്ച നിങ്ങള് മാരിയാനല്ലേ, നിങ്ങൾ നീട്ടണം പറഞ്ഞു. എന്താ പാപ്പാ? ഇവിടെ വേടാ. പാപ്പാ ഇതെന്താ കുടിരിക്കൽ കഴിച്ചാത്ത? ഞാൻ പോന്നപ്പോ പനി മനി നോക്കാൻ പിന്നെ ഇവിടെ ഇപ്പൊ എന്താ എന്റെ വാപ്പാനും മാവടൊക്കെ ഇല്ല സ്നേഹം. 5-6 ലക്ഷം ഉറുപ്പ്യ എന്റെ പെരപ്പണിക്കൽ തന്നിട്ട് എനിക്ക് കുടിരിക്കൽ നടത്താൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാട്ടിക്ക ചങ്ങായി. ഈ കുടിയിരിപ്പ് എന്ന് പറയുമ്പോ തന്നെ ഈ കെട്ടിച്ചു വിടുന്ന പെൺകുട്ടികളെ മാതിരി എനിക്കതൊരു ബേജാറ്. കുടിയിരിപ്പ് കഴിഞ്ഞാൽ കാക്കാന്റെ അവസ്ഥ വെച്ചല്ലേ അറിയുള്ളൂ. ഓനെന്താ കുഴപ്പം? ഓൻ അന്തസ്സായിട്ട് എന്റെ കുട്ടികളെ മക്കളെ നോക്കണില്ലോ. കാക്കാന്റെ അന്തസ്സായിട്ടുള്ള ജീവിതം ഞാൻ കണ്ടുകണ് കുറെ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ഷർട്ട് ഒന്നിട്ടാണ് ഇഞ്ചപ്പണ് പോരി. ഞാൻ ആ ബൈക്കുമ്പോ കൊണ്ടുപോയി നിങ്ങളെ കാണിച്ചു തരാം. എന്താ ഇതിന് മാത്രം ഇവിടെ കാണാനത്? നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി നല്ലോണം കാണി പഠിച്ചോൻ എന്റെ അവസ്ഥ തന്നെയാണ് വലിയ കുട്ടിക്കും. 4 ജീൻസ് ഉണ്ടെങ്കിൽ പിന്നെ ജിമ്മിനൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. മാസത്തിൽ 7 ദിവസമെങ്കിലും ഓക്ക് ലീവ് ഉണ്ട്. അതുമില്ലല്ലോ പഠിച്ചോനെ. കണ്ടില്ല നിങ്ങളെ അന്തസ്സുള്ള വലിയ മകന്റെ അവസ്ഥ. കുടിയിരിപ്പാണ് കഴിഞ്ഞാലേ ഇതന്നെ കാര്യം എഞ്ചിയ അവസ്ഥ. ഓലൊക്കെ കഴിച്ചു ഞാൻ കുടിയിരിപ്പ് കേട്ടോ. പാപ്പാന്റെ കുട്ടിയെ കുടിയിരിക്കലൊന്നും കഴിച്ചണ്ട. കിട്ടുന്ന വിലക്കാ പേരാണ് വിറ്റള. ഓലക്കാ ഇത് പോന്നാ പോവാ നമുക്ക്.